വാഹനങ്ങളും കെട്ടിടങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എന്നിങ്ങനെ ഒരുപാട് സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മുടെ മോഡേൺ ലൈഫ്, ആധുനിക ജീവിതം നയിക്കുന്നത്. നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കമുള്ള വസ്തു എന്തായിരിക്കും? അത് നമ്മുടെ തന്നെ ശരീരമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് ഈ ജീവിവർഗത്തിന് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം വർഷത്തെ പഴക്കമാണ് ഭൂമിയിലുള്ളത്. അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം വർഷം മുമ്പാണ് അനാട്ടമിക്കലി മോഡേൺ ഹ്യൂമൻസ് എന്ന് വിളിക്കുന്ന നമ്മൾ ഉൾപ്പെടുന്ന ഈ ജീവിവർഗം ഭൂമിയിലുണ്ടായത്. അതിനു മുമ്പും നമുക്ക് പൂർവിക ജീവികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചരിത്രത്തിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് ഈ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ മാത്രമാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏത് ആധുനിക സാങ്കേതിക വിദ്യ എടുത്തോട്ടെ, കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലാണ് അപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനെ നാഗരിക മനുഷ്യനാക്കി മാറ്റിയത് കൃഷിയുടെ കണ്ടെത്തലാണ്. അതുതന്നെ ഏതാണ്ട് 12,000 വർഷം മുമ്പ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇന്നും ഭൂമിയിലെ പല മനുഷ്യരും കൃഷി പഠിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ആധുനിക ജീവിതം പരിഗണിക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ കൂട്ടത്തിൽ വളരെ പഴയതാണ് എന്ന് പറയുന്നത്. ഇത്രയും പഴയ ഒരു ശരീരം, പ്രത്യേകിച്ച് ശരീരത്തിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അവയവം മസ്തിഷ്കം, അത്രയും പഴക്കമുള്ളൊരു മസ്തിഷ്കവുമായി ഇന്നത്തെ ഈ മോഡേൺ ലൈഫ് നമ്മൾ നയിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തക്കേട് ഉള്ളതായിട്ട് അറിയാമോ? അങ്ങനെയൊന്നുണ്ട്. നമ്മുടെ ഈ മോഡേൺ ലൈഫിൽ യോജിക്കാത്ത ഒരുപാട് സവിശേഷതകൾ നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. അത് കാരണം നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ശിലായുഗ കാലത്തെ ജീവിതത്തിന് വേണ്ടി പരുവപ്പെട്ട ഒരു മസ്തിഷ്കവും ശരീരവും കൊണ്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യർ ഉണ്ടായി വന്ന ആ കാലഘട്ടം, അന്നത്തെ നമ്മുടെ ജീവിതം നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടണം. നമുക്കറിയാം, അത് ഇന്നത്തെ പോലെ ഒരു ജീവിത ശൈലിയോ ജീവിത ചുറ്റുപാടുകളോ ഒന്നുമായിരുന്നില്ല. മനുഷ്യൻ ഈ 2 ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് ഇവോൾവ് ചെയ്ത് പരിണമിച്ചുണ്ടാകുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് ഉണ്ടായി വന്നിട്ടുള്ളത്. അതായത് ശാരീരികമായും മാനസികമായും പെരുമാറ്റപരമായിട്ടും ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാദറർ ലൈഫ് സ്റ്റൈലാണ്. അതായത് നായാടികളും പെറുക്കിത്തിനികളുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ആഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. പ്രകൃതിയിൽ നിന്നും നാച്ചുറലായിട്ട് ലഭിക്കുന്ന വിഭവങ്ങളാണ് നമുക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നത്. അതുതന്നെ അങ്ങനെ സുലഭമായിട്ട് കിട്ടുമായിരുന്നില്ല. വെള്ളമായിക്കോട്ടെ, ആഹാരമായിക്കൊള്ളട്ടെ, അത് പഴങ്ങളെന്ന രൂപത്തിലോ മാംസം എന്ന രൂപത്തിലോ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ദൗർലഭ്യം നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉണ്ടായി വന്നത്. ഇന്നത്തെ പോലെ അത് സുലഭമായിരുന്നില്ല. അതുപോലെ കാട്ടിലെ മറ്റു പല ജീവികളോടും മല്ലിട്ടാണ് നമ്മൾ അതിജീവനം സാധ്യമാക്കിയെടുത്തത്. കാട്ടിലെ മറ്റു ജീവികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പല ശാരീരിക ശേഷികളും കുറവാണ്. പല ജീവികളെയും നമുക്ക് ഓടിത്തോപ്പിക്കാൻ കഴിയില്ല. നമ്മളെ ഇരയാക്കാൻ വരുന്ന ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ വളരെ ദുർബലനാണ്. നമ്മുടെ കാഴ്ച ആയിക്കൊള്ളട്ടെ, ഗന്ധം, ഘ്രാണശേഷി ആയിക്കൊള്ളട്ടെ, കേൾവിശക്തി ആയിക്കോട്ടെ, ഇതെല്ലാം മറ്റു പല ജീവികളെയും അപേക്ഷിച്ച് പരിമിതമാണ്. പക്ഷേ അവിടെയും നമുക്ക് അതിജീവനം സാധ്യമായത് സംഘങ്ങളായി ജീവിച്ചുകൊണ്ടാണ്. ഈ സംഘങ്ങളായി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ സാമൂഹിക ജീവിതം കൂടുതൽ സ്ട്രോങ് ആയിരുന്നു. നമുക്ക് കൂടുതൽ സങ്കീർണമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാഷ ഉപയോഗിച്ച് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ സംഘജീവികളായിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ പരിമിതികളെ മറികടന്നത്. നമ്മൾ പക്ഷേ അപ്പോഴും ഈ സംഘജീവികൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു ശേഷി വെച്ച് ഒരേ സമയം ഒരു സോഷ്യൽ കോണ്ടാക്റ്റ് നിലനിർത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം ലിമിറ്റഡാണ്. നമുക്കങ്ങനെ അനന്തമായ എണ്ണം ആളുകളുമായിട്ട് ഒരേ സമയം ബന്ധം നിലനിർത്താൻ കഴിയില്ല. ഒരു 50 മുതൽ 150 വരെ എന്നാണ് ഇന്നും നരവംശാസ്ത്രജ്ഞർ പറയുന്ന ആ സംഖ്യ. അതാണ് നമുക്ക് ഒരു സമയം സോഷ്യൽ റിലേഷൻഷിപ്പ് നിലനിർത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നതുപോലെ സാമൂഹിക ജീവികളായി അതിജീവിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ആ സാമൂഹ്യ ജീവിതം വളരെ ചുരുങ്ങിയ എണ്ണം ആളുകളുടെ കൂട്ടത്തിലാണ്. അതായത് എന്നാൽ വളരെ അടുപ്പം പുലർത്തുന്ന, പരസ്പരം വളരെ അടുപ്പം പുലർത്തുന്ന ഒരു ചെറിയ എണ്ണം ആളുകൾ മാത്രമുള്ള കൂട്ടങ്ങളായിട്ടാണ് നമ്മൾ അതിജീവിച്ചത്. പക്ഷേ നമ്മുടെ സോഷ്യൽ ലൈഫ് അതിനുള്ളിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഓർമ്മിപ്പിക്കേണ്ട കാര്യം, വിഭവങ്ങൾ വളരെ പരിമിതമായിരുന്നു. ചുറ്റുപാടുകൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു, ഹാർഷായിരുന്നു, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അടുത്ത മാസം എനിക്കൊരു വിവാഹത്തിന് പോകാനുണ്ട് എന്നോ
അടുത്ത 2 മാസം കഴിയുമ്പോൾ എനിക്കൊരു വിദേശയാത്ര പോകാനുണ്ടെന്നോ ഈ വരുന്ന തിങ്കളാഴ്ച എനിക്ക് ഒരു ഔദ്യോഗിക മീറ്റിംഗ് ഉണ്ട് എന്നോ ഒക്കെ പറയുന്ന പോലെ കടുകിട വ്യത്യാസമില്ലാതെ പ്രഡിക്റ്റ് ചെയ്ത് സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് കണക്ക് കൂട്ടി ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു അന്ന്. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ജീവിച്ചത്. എപ്പോൾ ആഹാരം കിട്ടുമെന്നറിയില്ല, എവിടെയാണ് കിടന്നുറങ്ങാൻ കഴിയുക എന്നറിയില്ല, എപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വരുമെന്ന് നമുക്കറിയില്ല, എവിടെയാണ് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക എന്നറിയില്ല. മൊത്തം പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിലാണ് നമ്മളുടെ ശരീരവും മസ്തിഷ്കവും ഒക്കെ ഇവോൾവ് ചെയ്തുണ്ടായിട്ടുള്ളത്. ഇന്ന് അതൊന്നുമല്ല സാഹചര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്കിടയിൽ മാറിയ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറാൻ നമ്മുടെ മസ്തിഷ്കത്തിന് സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ച ഈ ജീവിതശൈലി മാറ്റത്തിനനുസരിച്ചിട്ട് മാറാൻ നമ്മുടെ മസ്തിഷ്കത്തിന് സമയം കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ജീവശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ സാവധാനം ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് സംഭവിക്കുന്നത്. അതായത് ഹോമോസാപ്പിയൻസ് 2 ലക്ഷം വർഷം മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ്, അതിനും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മറ്റൊരു ജീവിവർഗമായിട്ടാണ് ജീവിച്ചത്. ആ ജീവിവർഗത്തിൻ്റെ സ്വാഭാവികമായ പരിണാമം ഹോമോസാപ്പിയൻസ് ആവാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വർഷം എടുത്തിട്ടുണ്ട്. അതുപോലെ മനുഷ്യന് ജീവശാസ്ത്രപരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അത്രയും വലിയ ടൈം സ്പാൻ ആവശ്യമാണ്. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ശിലായുഗ മസ്തിഷ്കവുമായിട്ടാണ് നമ്മൾ ഈ കാലത്തും ജീവിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു മസ്തിഷ്കവും ശരീരവുമാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിൽ ഇത് എന്തുതരം പൊരുത്തക്കേടാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കാം. ആദ്യം നമുക്ക് ആഹാരത്തെക്കുറിച്ച് തന്നെ എടുക്കാം. നമുക്കറിയാം, വളരെ പരിമിതമായ ഭക്ഷ്യ ലഭ്യതയുടെ കാലത്താണ് നമ്മുടെ മസ്തിഷ്കവും ശരീരവും ഉണ്ടായിട്ടുള്ളത്. അന്ന് നമ്മുടെ ശരീരം ഇവോൾവ് ചെയ്തെടുത്ത ഒരു സവിശേഷ പ്രവണത എന്ന് പറയുന്നത് കിട്ടുന്ന ആഹാരത്തിൽ നിന്നും പരമാവധി ഊർജം ശരീരത്തിൽ സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ്. അതും കൂടുതൽ കാലോറി കിട്ടുന്ന, കൂടുതൽ ഊർജം ഡെൻസായിട്ട് കിട്ടുന്ന ആഹാരത്തോട് പ്രിഫറൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. മനുഷ്യന് സാർവത്രികമായി മധുരത്തോട് താല്പര്യം വരുന്നത് അങ്ങനെയാണ്. കാരണം മധുരം എന്ന് പറയുന്നത് പഞ്ചസാരകളുടെ, ഷുഗറിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഷുഗർ വളരെ കാലറി ഡെൻസ് ആയിട്ടുള്ള ഒരു പോഷകമാണ്. നമുക്ക് ഒരുപാട് ഊർജ്ജം അതിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായും മധുരത്തോട് ഒരു പ്രിയമുണ്ട്. അത് ജനിതകമായി നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷേ ഈ പ്രിയം, മധുരത്തോടുള്ള പ്രിയമാകട്ടെ, കൂടുതൽ കാലറി ഡെൻസ് ആയിട്ടുള്ള ആഹാരത്തോടുള്ള പ്രിയമാകട്ടെ, അത് ഉരുത്തിരിഞ്ഞുണ്ടാകുന്നത് ചുറ്റും ഈ മധുരവും കാലറി ഡെൻസും ആയിട്ടുള്ള ആഹാരം വളരെ പരിമിതമായിരുന്നൊരു കാലഘട്ടത്തിലാണ്. ഇന്നങ്ങനല്ല. പക്ഷേ നമ്മുടെ ഈ പ്രിയം മാറിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാലോറി ഉള്ളിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന പല അവസ്ഥകളിലേക്കും അത് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് ഈ കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായതല്ല. നമ്മൾ പക്ഷേ ചർച്ച കൂടുതൽ കേൾക്കുന്നത് ആ കാലഘട്ടത്തിലായിരിക്കുമെന്നേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യനുണ്ടാകാൻ തുടങ്ങിയിട്ട് മനുഷ്യൻ കൃഷി ചെയ്ത കാലത്തിൻ്റെ പഴക്കമുണ്ട്. അതായത് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് പകരം ഒരിടത്ത് സെറ്റിൽ ചെയ്ത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയും നമ്മൾക്ക് ആവശ്യമായ ആഹാരം നമ്മൾ നിൽക്കുന്നിടത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ നമ്മുടെ ശരീരം ശീലിച്ച് വന്ന, ഉരുത്തിരിഞ്ഞ് വന്ന ആ ശൈലി മാറ്റിമറിച്ചു. നമ്മൾ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അത് ഉണ്ടാക്കുന്ന അധിക ഊർജം നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ടും മറ്റും ശേഖരിക്കപ്പെടാൻ തുടങ്ങി. കാരണം നമ്മുടെ ശരീരത്തിൽ ത്രിഫ്റ്റി ജീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചില ജനിതക സവിശേഷതകൾ ഈ കിട്ടുന്ന ഊർജ്ജം പരമാവധി ശേഖരിച്ച് വെക്കാൻ പ്രവണതയുള്ളതാണ്. അത് ഒരു കാലത്ത് നമ്മുടെ ശരീരത്തിന് അതിജീവനത്തിന് വളരെ അത്യാവശ്യമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ അതിജീവനത്തിന് ഭീഷണിയാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അമിതമായ ഊർജ ഉപഭോഗം നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഒരു ശിലായുഗ ശരീരവുമായി ആധുനിക കാലഘട്ടത്തിൻ്റെ ജീവിതശൈലിയിൽ ജീവിക്കുന്നതിൻ്റെ നേരിട്ടുള്ള ഒരു അനന്തരഫലമാണ്. ഇനി മറ്റൊന്നുള്ളത്, ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ചുറ്റുപാടുകളിൽ നിന്നുള്ള അപകടങ്ങളോടോ ഭീഷണികളോടോ നമ്മൾ പ്രതികരിക്കുന്നത് എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന, ഒന്നുകിൽ അതിനോട് പോരാടുക അല്ലെങ്കിൽ ഓടി മാറുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇത് രണ്ടുമാണ് നമ്മൾ ഭീഷണിയോട് നേരിടുന്ന അല്ലെങ്കിൽ ഭീഷണിയോട് പ്രതികരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. പക്ഷേ മനുഷ്യരുണ്ടായി വരുന്ന ആ ശിലായുഗ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യർ വംശം ഈ ഫ്ലറിഷ് ചെയ്ത് വരുന്ന ആ കാലഘട്ടത്തിലെ ഭീഷണികൾ എന്ന് പറയുന്നത് നേർക്ക് നേരെ മുമ്പിലുള്ള ഭീഷണികളാണ്. അതായത് തൊട്ട് മുമ്പിൽ ഒരു ഇരപിടിയം വരുന്നു, അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മല ഇടിഞ്ഞ് മുമ്പിലേക്ക് വരുന്നു. നമുക്കറിയാം നമ്മുടെ മുമ്പിലാണ് ആ അപകടം നടക്കുന്നത്. ഓടി മാറണമോ, അതിനെ ചെറുത്ത് നിൽക്കണമോ, അതിനോട് മല്ലിടണമോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അപ്പോൾ എടുക്കണം. അങ്ങനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നമുക്ക് അനുകൂലമായി ഭവിച്ചത്. പക്ഷേ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഭീഷണികൾ ഇങ്ങനെ നേർക്ക് നേരല്ല വരുന്നത്.
അതുമാത്രമല്ല ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉണ്ടാകുന്ന ഭീഷണി അല്ല നമുക്കുണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നമ്മളൊരു വലിയ മിസ്റ്റേക്ക് വരുത്തി അതിൻ്റെ പേരിൽ അപ്പോഴും നമുക്ക് മുറിവ് പറ്റാനോ നമുക്ക് ജീവഹാനി സംഭവിക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ അത് കാരണമുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് നാളെ ഒരു ഡിസിപ്ലിനറി ആക്ഷനായിട്ടോ ഡിസ്മിസലായിട്ടോ ഒക്കെ നമുക്ക് നേരെ വരും എന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ പേടിക്കും. പക്ഷേ അതിനോടും നമ്മുടെ ശരീരത്തിന് ഒരു ഭീഷണി എന്ന് നമ്മുടെ മസ്തിഷ്കം അതിനെ വിലയിരുത്തുമ്പോൾ പോലും അതിനോടും പ്രതികരിക്കാൻ നമുക്കറിയാവുന്ന മാർഗം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസാണ്. അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും, അത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും. പണ്ട് മനുഷ്യന് ആങ്സൈറ്റി എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലായിരുന്നിട്ടുണ്ടാകാം. കാരണം തൊട്ട് മുമ്പിലുള്ളതിനെ നമുക്ക് പേടിക്കേണ്ടി വരുമ്പോൾ അത് ഫിയറാണ്, അത് ഉത്കണ്ഠയല്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ ആക്ഷന് കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള പ്രതിഫലങ്ങളാണ് കിട്ടുക, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പലതിനെയും മുൻകൂട്ടി കണ്ട് പേടിക്കേണ്ട അവസ്ഥ വന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി മാറിയിരിക്കുന്നത് അതിൻ്റെ കൂടി ഫലമായിട്ടാണ്. ഇനി നമ്മളാക്കി നിർത്തുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിലേക്ക് വരണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പണ്ട് കാലത്തെ വളരെ ക്ലോസ് നിറ്റായിട്ട് വളരെ ചെറിയ അലഞ്ഞു നടക്കുന്ന നൊമാഡിക് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയായിരുന്നു നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പുകൾ 50-150 ആളുകൾക്ക് അടുപ്പിച്ച് വരുന്ന വളരെ ചെറിയ എണ്ണം ആളുകളായിരുന്നു. അവരോട് എല്ലാവരോടുമുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് ആണ്. കാരണം നമുക്ക് അവരെല്ലാവരോടും മുഖത്തോട് മുഖം നമ്മൾ കാണുന്നവരാണ്. അവരോട് എപ്പോഴും നമുക്ക് ഈ അടുപ്പമുണ്ട്. നമ്മൾ ആ ഗ്രൂപ്പ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോഴും ഗ്രൂപ്പുകളായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ട്രൈബൽ ആയിട്ട് ആളുകൾ പെരുമാറും. അതായത് എൻ്റെ ഗ്രൂപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. എൻ്റെ ഗ്രൂപ്പിൻ്റെ സംരക്ഷണത്തിനും എൻ്റെ ഗ്രൂപ്പിൻ്റെ അതിജീവനത്തിനും വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി മറ്റൊരു ഗ്രൂപ്പിനെ നശിപ്പിക്കേണ്ടി വന്നാൽ അതും എൻ്റെ ഗ്രൂപ്പിന് ഗുണമായിരിക്കും. അവരുടെ വിഭവങ്ങൾ എനിക്ക് കിട്ടും. അവർ എനിക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള അവസരങ്ങളിൽ നിന്നും എനിക്ക് എൻ്റെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും ഒരു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും അത്തരം ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുന്നത് ആ ഗ്രൂപ്പിന് എപ്പോഴും ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിജീവിച്ച അത്തരം ആറ്റിറ്റ്യൂഡുകളോടുകൂടി ജീവിച്ച അംഗങ്ങളുള്ള ഗ്രൂപ്പുകളാണ് അതിജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അതിജീവിച്ച ഗ്രൂപ്പുകളിൽ നിന്നാണ് നമ്മളുടെ പൂർവികരൊക്കെ ഉണ്ടായിട്ടുള്ളതും നമ്മളുണ്ടായിട്ടുള്ളതും. സ്വാഭാവികമായിട്ടും ആ ജനിതക സവിശേഷതകൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോത്ര സ്വഭാവം നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നടപ്പുണ്ട്. പലപ്പോഴും പഠനങ്ങൾ പറയുന്നത് ഈ ഗോത്രം എന്ന് പറയുന്ന സ്വഭാവം നമ്മളെപ്പോഴും ഉണ്ടെങ്കിലും ഏതാണ് നമ്മുടെ ഗോത്രം എന്നതിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി മറിഞ്ഞേക്കാം. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായിട്ട് മാറും. പക്ഷേ നമ്മൾ മുല്ലപ്പെരിയാർ പ്രശ്നം വരുമ്പോൾ മലയാളിയും തമിഴനുമായിട്ട് വേർപിരിയും. അവിടെ നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉപേക്ഷിച്ചിട്ട് മലയാളി അല്ലെങ്കിൽ തമിഴൻ എന്ന ഐഡൻറ്റിറ്റി എടുക്കാൻ തുടങ്ങും. പിന്നെയും ലോക്കൽ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോളേജിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഗോത്ര യുദ്ധമായിട്ട് അത് മാറാറുണ്ട്. അതായത് ഗോത്രം എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷേ നമുക്ക് അവിടെ ചേർച്ചയില്ലാത്തതായിട്ട് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മളെ അങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്നതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പൊരുത്തക്കേട് വരുന്നത് ഇന്നത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മുടെ ഗോത്രങ്ങൾ പണ്ടത്തെ പോലെ 50-150 പേര് വരുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ നമ്മൾ ഇന്ത്യക്കാരി എന്ന നിലയിൽ അഭിപ്രായം പറയുമ്പോൾ എത്ര പേരുണ്ട് ഇന്ത്യക്കാർ? നമുക്കറിയാം അത് 130 കോടിയിലധികം മനുഷ്യരുണ്ട്. നമ്മൾ 50-150 പേരോടുള്ള ഇടപെടലുകളുടെ രൂപത്തിലാണ് നമ്മൾ ആ സാമൂഹ്യ ജീവിയായിട്ട് പരിണമിച്ചു വന്നെന്നുണ്ടെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരാണ് പലപ്പോഴും നമ്മുടെ ഈ ഗോത്രത്തിൽ പെടുന്ന നമ്മുടെ ഇൻ ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുന്നത്. അവരെ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ അസാധ്യമാണ്. നമുക്കറിയില്ല. നമ്മളൊരു പക്ഷേ മറ്റൊരാളുമായിട്ട് കോമൺ ഐഡൻറ്റിറ്റി പങ്കിടുന്നത് നമുക്ക് 2 പേർക്കും ഇന്ത്യ ഗവൺമെൻറ് തന്ന ഒരു ആധാർ കാർഡ് ഉണ്ട് എന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. നമ്മൾ നേരിട്ടല്ല. നമുക്കറിയാം ഏതെങ്കിലും ആസാമിലോ അല്ലെങ്കിൽ ഒറീസയിലോ ഒക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലും എനിക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത അതേ ഏജൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തൊരു ആധാർ കാർഡ് ഉണ്ട് എന്നതാകാം എന്നെയും അയാളെയും ഒരേ ഗ്രൂപ്പിലെ അംഗമാകുന്നത്. എനിക്ക് അയാളെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല. ഒരുപക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം എന്തെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം പോലും സാധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഒരേ ഗോത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ ഗോത്ര സ്വഭാവത്തിന് യോജിക്കുന്ന ഗോത്രങ്ങളല്ല ഇപ്പോൾ നമുക്കുള്ളത്. അത് വളരെ വലിയ ഗോത്രങ്ങളാണ്. നമുക്ക് അവരുമായിട്ട് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് ഇല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഗോത്രത്തിൽപ്പെട്ടവരല്ല എന്ന തോന്നൽ നമ്മൾ ആളുകളെടുത്തിറക്കും. നമ്മളിൽ നിന്നും വ്യത്യസ്തരായ ആളുകൾ അവരെ നമ്മൾ ശത്രുക്കളായിട്ടോ നമുക്ക് ഭീഷണിയായിട്ടോ കാണും. കേരളത്തിലെ ഒരു ജംഗ്ഷനിൽ 50 അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പല മലയാളികളും തങ്ങൾക്കെന്തോ ഭീഷണി വരാൻ പോകുന്നു എന്ന തരത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ?
ഇവന്മാരെല്ലാം കൂടെ ഇവിടെ വന്നാൽ നമുക്ക് നാളെ എന്ത് സംഭവിക്കും? ഈ ലൈനിലാണ് പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ എന്ന ഗോത്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അന്യഗോത്രത്തെ സംശയത്തോടെ കാണാൻ തുടങ്ങുന്നു. നമ്മളെപ്പോലെ അല്ലാതെ ഇരിക്കുന്ന ആളുകളെ, ശാരീരികമായിട്ടോ പെരുമാറ്റപരമായിട്ടോ നമ്മളെപ്പോലെ അല്ലാതിരിക്കുന്ന ആളുകളെ നമ്മൾ ചിലപ്പോൾ വെറുത്തുനിന്ന് തന്നെ ഇരിക്കും. ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ശിലായക മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഗ്രൂപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. ആ ഒരു സഹജ അവബോധമാണ് നമ്മളെ കൊണ്ട് ഇത് പറയുന്നത്. നമുക്കറിയാം, ആധുനിക കാലത്ത് ഇത് ഇന്നത്തെ മൂല്യങ്ങളുമായിട്ട് ചേരുന്നൊരു ചിന്താഗതി അല്ല. പക്ഷേ ഉള്ളിലെ ആ പ്രാഥമിക ഗോത്ര ചിന്ത ചിലപ്പോഴൊക്കെ തള്ളിക്കയറി വന്നെന്നിരിക്കും. അത് നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കൂ. അതുപോലെ പഴയ ഗോത്രങ്ങളിൽ എല്ലാവർക്കും ഒരേ അവസരങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതായത് കൂടുതൽ മികച്ച ശേഷികൾ, അത് വേട്ടയാടുന്നതിലായിക്കൊള്ളട്ടെ, വിഭവങ്ങൾ കണ്ടെത്തുന്നതിലായിക്കൊള്ളട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശേഷികൾ പ്രകടിപ്പിച്ചിരുന്ന ആളുകൾക്ക് ഗോത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയിരുന്നു. കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിഭവങ്ങളിലുള്ള ആക്സസും ഒരുപക്ഷെ കൂടുതൽ മികച്ച ഇണയെ കണ്ടെത്താനുള്ള ഒരവസരവും. അതായത് മേറ്റിംഗ് പ്രിഫറൻസ് ആയിക്കൊള്ളട്ടെ, റിസോഴ്സിനുള്ള ആക്സസിബിലിറ്റി ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ സോഷ്യൽ റെക്കഗ്നിഷൻ, അതായത് ഗോത്രത്തിലെ എല്ലാവരും അംഗീകരിക്കുക എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് അതിജീവനത്തിന് ഗുണം ചെയ്യുന്ന കാര്യമായിരുന്നു. അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോഴും സാമൂഹികമായിട്ടുള്ള ആ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം പത്മശ്രീക്ക് വേണ്ടി ശ്രമിക്കുന്നതും നാട്ടിൽ വില കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാനുഷിക വികാരമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാം ഉള്ളിൽ അതുണ്ട്. നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നു. ഈ സാമൂഹികമായിട്ടുള്ള ഉച്ചനീചത്വം എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഉച്ചം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതും ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജനാധിപത്യത്തിൽ എല്ലാ പൗരരും തുല്യരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ ചിലരുടെയെങ്കിലും ഉള്ളിൽ ഈ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി എന്തും ചെയ്യാം എന്ന ചിന്ത വരുന്നതിന് ഒരു കാരണമാണ്. അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത് ആ പഴയ ശിലായുഗ മസ്തിഷ്കത്തിൻ്റെ ചില വയറിംഗ് പ്രശ്നങ്ങളാണ്. അതുപോലെ ആ പഴയ കാലഘട്ടത്തിലെ നമ്മുടെ സംതൃപ്തി, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ കിട്ടുന്നതാണ്. കാരണം നാളെ എന്തെങ്കിലും ഒരു അതിനൊരു ഗുണമുണ്ടാകുമെന്ന് കരുതി ഇന്നൊരു കാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്യുന്നത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നാളെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങൾ സാധ്യമാകണം. തീരെ പ്രവചനാതീതമായിരുന്ന സാഹചര്യങ്ങളിൽ ജീവിച്ച മനുഷ്യർക്ക് അത്തരമൊരു ചിന്തയിൽ അർത്ഥമില്ല. അതായത് ഒരു ലോങ് ടേം തിങ്കിങ് അവർക്കില്ല. അവർക്ക് കിട്ടേണ്ട റിവാർഡുകൾ, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് എനിക്ക് കിട്ടേണ്ട ആ പ്രതിഫലം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടണം. അതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ്. അതിൻ്റെ മറുവശത്തുള്ളത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. നമ്മൾ ഭൂരിഭാഗം പേർക്കും ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അത്ര എളുപ്പമല്ല. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് നോക്കൂ. അവർക്ക് അതിലൊരാൾക്ക്, ഒരു ചെറിയ കുഞ്ഞിന് ഒരു ചോക്ലേറ്റ് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ ഈ ചോക്ലേറ്റ് കഴിക്കാതെ വച്ചിരുന്നാൽ ഒരു ചോക്ലേറ്റ് കൂടി തരാം, വേണമെങ്കിൽ ഈ ചോക്ലേറ്റ് ഇപ്പോൾ കഴിക്കാം, പക്ഷേ അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ ചോക്ലേറ്റ് കിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ ആ ചോക്ലേറ്റ് കഴിക്കാതെ വെച്ചിരിക്കാൻ പറ്റും? ഭൂരിഭാഗം കുട്ടികൾക്ക് അത് കഴിയില്ല. കാരണം അവരുടെ ഉള്ളിലിരിക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. 1 മണിക്കൂർ ഇത് കഴിക്കാതെ വച്ചിരുന്നാൽ 2 ചോക്ലേറ്റ് കഴിക്കാനുള്ള അവസരമുണ്ട് എന്ന് ലോജിക്കലി നമുക്കറിയാം. പക്ഷേ നമ്മുടെ മനസ്സ് അതെപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കണം എന്നില്ല. അത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. കാരണം മനുഷ്യനുണ്ടായ ആ കാലത്ത്, ആ ശിലായുഗ കാലത്ത് നാളെ കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടുള്ള കാര്യമായിരുന്നു. പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത കാര്യവും ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ച് ഒരു ഡിഗ്രി നേടാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഒരു ജോലിക്കയറ്റം ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നാളെ അതെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആക്ടറുടെ സിനിമ ഇന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ചോളൂ. ആ സിനിമ പിന്നെയും കാണാം. ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ, ആ ഗ്രാറ്റിഫിക്കേഷൻ നാളെയും കിട്ടും. പരീക്ഷ പക്ഷേ ഇപ്പോൾ പാസ്സാകണം എന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം പരീക്ഷ കൊണ്ടുണ്ടാകുന്ന ഗുണം നാളെ മാത്രം ഉണ്ടാകുന്നതാണ്. അതൊരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അത് എല്ലാവർക്കും ഒരുപോലെ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പോൾ ഈ പരീക്ഷകളും ജോലിക്കയറ്റവും ഒക്കെ ആധുനിക കാലഘട്ടത്തിൻ്റെ മാത്രം സവിശേഷതകളാണ്. ശിലായുഗ കാലത്ത് മനുഷ്യന് ഇത്തരം ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അത്തരം ആശയങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ വയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എപ്പോഴും ഈ ഫ്രഷ്നെസ് തേടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു പക്ഷേ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് റീൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന റീൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് റീൽ വരുമെന്ന് നമുക്കറിയാം. അതൊരു പക്ഷേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിക്കോളാം.
പിന്നെയും റീലിൽ ഒരുപാട് ഓപ്ഷൻസ് അതൊരിക്കലും അവസാനിക്കുന്നില്ല. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഇതൊരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകുന്നു. നമ്മൾ ഇന്ന് ടെക്നോളജിയോട് അഡിക്റ്റഡ് ആയി പോകുന്നതും അതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫോ നമ്മുടെ ജോലിയോ ഒക്കെ അതിനകത്തുള്ള പുരോഗതികൾക്ക് തടസ്സം വരുന്നതൊക്കെ പലരും ഇന്ന് പങ്കുവെക്കുന്ന ഒരു കൺസേൺ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭൂതം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി അവസാനമായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടിക്കാലമാണ്. ഒരു ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ മനുഷ്യന് ഒരു കുഞ്ഞായിട്ടാണല്ലോ ജീവിതം ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടിക്കാലം വളരെ പ്രൊലോങ്ഡ് ആണെന്ന് പറയാം. അതായത് വളരെ പതിയെയാണ് മനുഷ്യ ശിശു ഒരു വളരെ വീക്കായിരിക്കുന്ന വളരെ ദുർബലമായ അവസ്ഥയിൽ നിന്നും വളർന്ന് പുതിയ കഴിവുകൾ ആർജിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾക്കുള്ള മറ്റ് പല അഡ്വാൻറ്റേജസും മറ്റു ജീവികൾക്കില്ലാത്ത പല ഗുണങ്ങളും നമ്മളിങ്ങനെ പതിയെ അക്വയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശൈശവം കുറച്ച് നീണ്ടതാണ്. അതിന് നമ്മുടെ മനുഷ്യരാക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് താനും. ഒരു ശിലായുഗ കാലത്തെ കുഞ്ഞ് എങ്ങനെയായിരിക്കും വളർന്നിട്ടുണ്ടാകുക? ഒരു കുട്ടി പല കാര്യങ്ങളും പഠിച്ചിരുന്നത് 3 മാർഗങ്ങളിലൂടെയാണ്. ഒന്നുകിൽ പ്ലേ, കളിച്ചുകൊണ്ട്. 2 എക്സ്പ്ലോറേഷൻ, അത് പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ അവസരങ്ങളും പുതിയ സാഹചര്യങ്ങളും നമ്മൾ പര്യവേഷണം നടത്തി അത് എക്സ്പ്ലോർ ചെയ്തിട്ട്. 3 പിയർ അല്ലെങ്കിൽ അഡൽട്ട് ഇൻട്രാക്ഷൻ, നമ്മളോടൊപ്പമുള്ള മറ്റു കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകളിൽ നിന്നോ അവരോട് ഇടപെട്ടുകൊണ്ടും അവരിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഈ രീതിയിലാണ് സത്യത്തിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഒരു കുട്ടി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ വിവിധ നൈപുണ്യങ്ങൾ അത് അക്വയർ ചെയ്യുന്നത് ഈ രീതിയിലാണോ? അല്ല. നമ്മൾ പല രീതിയിൽ ഈ ലേണിംഗ് പ്രോസസ്സിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. കളിച്ചുകൊണ്ടോ പര്യവേഷണം നടത്തി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടും പ്ലേ ചെയ്തുകൊണ്ടും ഒക്കെ ആ നടത്തിയിരുന്ന ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പഠന രീതി ഇന്ന് ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ പാസീവ് ലേണിംഗ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ വെറുതെ ഇരിക്കാനാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആദ്യം. എന്നിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് പഠിക്കാൻ, ഇങ്ങനെ പാസീവായിട്ടുള്ള പഠനമാണ് നമ്മൾ പലപ്പോഴും ഡിസൈൻ ചെയ്തു വച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ. അതായത് കുട്ടി കളിച്ചും പുതിയ അനുഭവങ്ങൾ സ്വയം നേടിയെടുത്തും പഠിച്ചിരുന്ന സ്ഥാനത്ത് അതേ പ്രായത്തിലുള്ള കുട്ടികൾ ആധുനിക കാലത്ത് ചെയ്യുന്നത് വളരെ പാസീവായിരുന്നു കൊണ്ട് കേട്ടും വായിച്ചും പഠിക്കുക എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുട്ടി 2 സംഖ്യകൾ കൂട്ടാൻ പഠിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഈ കൂട്ടാൻ പഠിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ആ കുട്ടിക്ക് എപ്പോഴാണ് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്? അത് ഒരുപക്ഷെ കുറച്ചുകൂടെ വൈകിട്ടാണ്. പക്ഷേ അപ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കോടുകൂടി കിട്ടുന്ന ഒരു ആക്റ്റീവ് ലേണിംഗ് ചിലപ്പോൾ അവിടെ അസാധ്യമായി എന്ന് വരാം. കാരണം ആധുനിക മനുഷ്യനാണ് ഭാഷയും ഗണിതവും ഒക്കെ വികസിപ്പിച്ചിരിക്കുന്നത്. സൗരയൂഥത്തെക്കുറിച്ചിട്ടുള്ള പഠനം ആധുനിക കുട്ടിക്ക് മാത്രം പ്രസക്തമായ ഒന്നാണ്. അത് ശിലായുഗ കാലത്ത് പ്രസക്തമായ ഒന്നല്ല. അന്നത്തെ പഠനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏത് പഴമാണ് കഴിക്കാൻ കഴിയുന്നത്, വെള്ളത്തിൽ ഇറങ്ങുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ അപകടം ഒഴിവാക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ ജീവിയാണ് ഭയപ്പെടേണ്ടത്, ഏതിനെയാണ് ഭയപ്പെടേണ്ടാത്തത്, ഇങ്ങനെയുള്ള അറിവുകളാണ് അന്ന് പ്രസക്തമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ പഠിക്കുന്നു, സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പഠിക്കുന്നു, നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ മറ്റ് പലതും. അന്നത്തെ ഫേസ് ടു ഫേസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കുട്ടിയോട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിങ്, നേരിട്ട് അടുത്തില്ലാത്ത ഒരാളോടാണ് നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ആ ഇൻട്രാക്ഷൻ്റെ സ്വഭാവം മാറ്റിമറിച്ചു. പിന്നെ താൻ എന്തൊക്കെയാണ് പഠിച്ചെടുക്കുന്നത് എന്ന കാര്യത്തിൽ ആ കുട്ടിക്കുള്ള ഓട്ടോണമി, സ്വയം തീരുമാനിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. പണ്ടങ്ങനെയല്ല, കുട്ടിയെ വെറുതെ വിട്ടേക്കാണ്. ഒരുപാട് അഡൾട്ട്സിൻ്റെ കൂട്ടത്തിലാണ് കുട്ടികളും വളരുന്നത്. അവരവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യും. മുതിർന്നവരുടെ മേൽനോട്ടം എന്ന് പറയുന്നത് വലിയ അപകടങ്ങൾ പിടിച്ച എക്സ്പ്ലോറേഷൻസിലേക്ക് പോകാതെ നോക്കുക എന്ന് മാത്രമായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആ ഓട്ടോണമി ഇല്ല എന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ നോക്കിയാൽ മനസ്സിലാവും. അതായത് എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്ന് നമ്മുടെ മുതിർന്നവർ തീരുമാനിച്ച് ആ കുട്ടികളുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല കുട്ടികളും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് സ്ലോട്ടുകളായിട്ട് ട്യൂഷനുണ്ട്. ഇന്ന മണി മുതൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ സംഗീതം, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ചെസ്സ്, ഇങ്ങനെ സ്ലോട്ടുകൾ അനുസരിച്ചിട്ട് എപ്പോൾ എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുന്നത് വഴി കുട്ടികളുടെ ഓട്ടോണമി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ സ്വയം എക്സ്പ്ലോർ ചെയ്തല്ല പഠിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് കളിക്കുക എന്ന് പറയുന്ന സമയം വല്ലാതെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും കുട്ടികൾക്ക് ശൈശവം നഷ്ടപ്പെടുന്നു എന്ന വ്യാകുലതകൾ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുകൂടിയാണ്. തീർച്ചയായിട്ടും ഇതിൽ സ്കൂളുകളിൽ കളിക്കാനുള്ള സമയമുണ്ട്. ഇത് ഈ ആധുനിക സംവിധാനങ്ങളെ മുഴുവൻ മാറ്റി നമ്മൾ ശിലായുഗ രീതിയിലേക്ക് മാറണം എന്നൊരു ഉപദേശമേ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ആധുനിക സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നത്
നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് നമ്മുടെ മസ്തിഷ്കം ശീലിച്ച് വന്ന അല്ലെങ്കിൽ അനുകൂലമായിട്ട് പരിഗണിച്ച് വന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല ആധുനിക ജീവിതത്തിൽ നടക്കുന്നത് എന്ന് പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് ആധുനിക ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും, അത് ജീവിതശൈലി രോഗങ്ങളായിക്കൊള്ളട്ടെ, പുതിയ സാങ്കേതിക വിദ്യകളോട് നമ്മൾ കാണിക്കുന്ന അഡിക്ഷൻ ആയിക്കൊള്ളട്ടെ, നമ്മുടെ പുതിയ സാമൂഹിക രീതികളിൽ നമ്മൾ പിന്തുടരുന്ന, നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആധുനിക സങ്കേതങ്ങളിലേക്ക് വരുമ്പോൾ പോലും ആളുകൾ നേരത്തെ പറഞ്ഞ അംഗീകാരം നേടാൻ വേണ്ടിയിട്ടും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആരും അതിൽ നിന്നും പൂർണ്ണമായും മുക്തരല്ല. നമ്മളെല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയ ബിഹേവിയറിൽ അത് പുലർത്താറുണ്ട്. നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യും. മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് സാമൂഹിക അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ പഴയ മസ്തിഷ്കത്തിൻ്റെ ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആധുനിക കാലഘട്ടത്തിന് അത്ര യോജിച്ചതല്ലാത്ത പല പൊരുത്തക്കേടുകളും പ്രകടിപ്പിക്കുന്ന അതിപുരാതനമായിട്ടുള്ളൊരു മസ്തിഷ്കവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാകട്ടെ നമ്മുടെ ആലോചന. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.